കളർ ഏതാടാ? ഇല്ല, കുറച്ച് വെള്ളം ചൂടാകാൻ പെശകാണല്ലോ സീതേട്ടാ. പാലുണ്ടോ തരാൻ? പാലുണ്ടോ തരാൻ? മോനെ, നിനക്ക് അമ്മയും പെങ്ങളും ഇല്ലേന്ന് ഞാൻ ചോദിക്കില്ല. പക്ഷേ അവരോട് പറഞ്ഞ് ശീലിച്ചതേ നാട്ടിലെ പെണ്ണുങ്ങളോട് പറയരുത്. ഈ കൈ അങ്ങോട്ട് കേട്ടിട്ടുണ്ടെങ്കിലുണ്ടല്ലോ. ശൂനെ തന്നാൽ പാൽ തരാം. മതി. പശു വേണ്ടല്ലോ പാലിന്, അവിടെ ഫ്രിഡ്ജ് ഉണ്ടല്ലോ. ഫ്രിഡ്ജിൽ നിന്ന് വേണ്ടതാണ്. നിനക്ക് പിന്നെ എവിടെ നിന്ന് വേണ്ടത്? ആര്യൻ, നീ എന്താണ് ഉദ്ദേശിക്കുന്നത് വത്സ? കയ്യിലിരിക്കട്ടെ. തന്നെ പോലുള്ള ആൾക്കാരെ ദിവസം ഞങ്ങൾ കാണുന്നതാ. പശു വേണ്ടല്ലോ പാലിന്, അവിടെ ഫ്രിഡ്ജ് ഉണ്ടല്ലോ. ഫ്രിഡ്ജിൽ നിന്ന് വേണ്ടതാണ്. നിനക്ക് പിന്നെ എവിടെ നിന്ന് വേണ്ടത്? ആര്യൻ, ആലോചിക്കും തോറും നാണിച്ച് തൊലി പൊളിയുന്നു. അല്ലറ ചില്ലറ പണി ചെയ്ത് കഴിയുന്ന ഞങ്ങളെപ്പോലുള്ള മലയാളികളുടെ പേരൂടെ തന്നെപ്പോലുള്ള അലവലാദികൾ വന്ന് നാറ്റിക്കും. എല്ലോ കിട്ടുള്ളൂ പാല്. അല്ലേ പറഞ്ഞത്? പശുവിന്റെ നിങ്ങൾ പാൽ തരുന്ന പറയാൻ ഞാൻ പാൽ കൊണ്ടുവന്നാ അവിടുന്ന് ഫ്രിഡ്ജിൽ കൊണ്ടുവാ. ഈ നാറി എനിക്ക് ചെറുപ്പം തൊട്ടേ അറിയാം. ആ എണ്ണം കേട്ട നായിന്റെ മോന്റെ ദൃഷ്ടി പതിഞ്ഞാ മതി. പിഴച്ചു എന്ന് കരുതുന്ന നാട്ടുകാര് കൂടുന്നുണ്ടേ. നീ കൂടുന്നില്ല. തങ്കക്കുറവേ, നമ്മൾ ഈ നാണം കേട്ടല്ലോ. തനക്ക് നാണം ഉണ്ടായിട്ട് വേണ്ടടോ നാണം കെടാൻ. നാണം കെട്ടോനെ. വീട്ടില് സ്ത്രീകളെ ബഹുമാനിക്കാൻ അമ്മ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. യവനെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. തറവാട്ട് മഹിമ എന്ന് പറഞ്ഞ സാധനമുണ്ട്. അതൊന്നും ഇവന്റെ പടിവാളന്റെ 5 അയലോത്ര പോയിട്ട്. ഇതിനൊക്കെ എന്താ വേണ്ടെന്നറിയോ? അവന്റെ മുഖം പിടിച്ചിട്ട് തേക്കാത്ത ചുമരും അങ്ങടും ഇങ്ങടും ഇട്ടങ്ങോട്ട് ഒരിക്കാൻ. അങ്ങനെ ഒന്നും ഞാനും ആലോചിക്കാതിരുന്നില്ല. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ